നമസ്കാരം. നടുവേദനയാണ് ഇന്നത്തെ വിഷയം. ഇന്ന് ലോകത്തിലെ തന്നെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളെ നിരാശയിലേക്കും വേദനയിലേക്കും എല്ലാം തള്ളിവിടുന്ന ഒരവസ്ഥയാണ് നടുവേദന. പലരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഓടുക, ചാടുക, കളിക്കുക, ഒരു യാത്ര പോവുക, കാടും മലയും പുഴയും കടന്ന് ഒരു ട്രെക്കിങ്ങിന് പോവുക, ഇങ്ങനെ പല കാര്യങ്ങൾക്കും വിലങ്ങ് തടിയാകുന്ന ഒത്തിരി സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിടുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ഇന്ന് ഈ നടുവേദന. പ്രത്യേകിച്ചും ലോവർ ബാക്ക് പെയിൻ, അതായത് നമ്മുടെ മുതുകിൻ്റെ താഴ്ഭാഗത്തായുള്ള വേദന. നട്ടലിൻ്റെ താഴ്ഭാഗത്ത് L1 to L5, അതായത് ലംബാർ ഏരിയയിലും അതുപോലെ L5S1 ലംബോ സാക്രൽ എന്ന ഏരിയയിലുമാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ തെറ്റായ ഇരിപ്പും നടപ്പും കിടപ്പും, കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന സ്വഭാവമെല്ലാം, അതുപോലെ തന്നെ കൃത്യമായ ന്യൂട്രിയൻസ് ചേരാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, മുതുകിന് ചുറ്റുമുള്ള പേശികൾ വലിഞ്ഞു മുറുകുന്നതിന് കാരണമാകുന്ന രീതിയിൽ മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം തന്നെ ഇന്ന് വർദ്ധിച്ചു വരുന്ന നടുവേദനകൾക്കുള്ള പ്രഥമ കാരണങ്ങളാണ്. വേദന മാത്രമല്ല, നടുവിൽ മൊത്തത്തിലൊരു ഡിസ്കംഫർട്ടാണ് ചിലർ വന്ന് പറയുക. അഥവാ ചിലർ പറയുന്ന അതേ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മുതുക് സ്റ്റിഫാവുന്ന ഡോക്ടറെ എന്ന് വന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അതുപോലെ മുതുകിൽ ഒരു കമ്പി വെച്ച് സിമെന്റ് ഇട്ട് വാർത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് ഡോക്ടറെ എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള നടുവിനുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. നടുവേദന എന്ന വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് 1-2 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ വീഡിയോകളിൽ നിന്ന് ഈ വീഡിയോ വ്യത്യസ്തമാകുന്നത്, നടുവേദനയ്ക്കുള്ള ചികിത്സയോ മരുന്നോ പൂച്ചോ ഒന്നും നമ്മൾ ഇന്ന് സംസാരിക്കുന്നില്ല. യാതൊരു മരുന്നും കഴിക്കാതെ വേദനയും മുതുകിലെ പിടുത്തവും ഒന്നും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ഒരു മാർഗമുണ്ട്. അത് കൃത്യമായ വ്യായാമ മുറകൾ കൃത്യമായി പരിശീലിക്കുക എന്നുള്ള മാർഗം തന്നെയാണ്. കൃത്യമായ വ്യായാമ മുറകൾ, അതും ഏറ്റവും നല്ല മാർഗം കൃത്യമായ യോഗ പരിശീലനമാണ്. ജിമ്മിലേക്കൊക്കെ പോകുന്നത് പലർക്കും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിലും അധികമായിട്ട് ഭാരമെടുത്ത് ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യുന്നത് വീണ്ടും മുതുകിന് ബുദ്ധിമുട്ട് കൂടി വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ യോഗാമുറകൾ പരിശീലിക്കുന്നത് മുതുകിലെ പേശികളെ കൂടുതൽ ബലപ്പെടുത്തുകയും നമ്മുടെ നട്ടലുകൾക്കുള്ളിലെ ഡിസ്കുകളെയും എല്ലാം കൂടുതൽ സപ്പോർട്ട് നൽകാൻ പാകത്തിൽ ഈ മസിലുകളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നട്ടലുകളുടെ വഴക്കം നിലനിർത്താനും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചലിക്കാനും കുനിയാനും നിവരാനും ഓടാനും ഡാൻസ് കളിക്കാനും എല്ലാം തീർച്ചയായും ശരിയായ രീതിയിൽ യോഗാസനങ്ങൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് 5-6 യോഗാസനങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ ചെയ്ത് തുടങ്ങേണ്ട കാര്യമില്ല. തുടക്കഘട്ടത്തിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 3 യോഗാസനങ്ങൾ പരിശീലിച്ച് തുടങ്ങുക. അതുപോലെ അവിടെ നിന്ന് പടിയായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ യോഗാസനങ്ങൾ ഒരു ഒറ്റ സെറ്റിലേക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ഒരു ദിവസം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പരിശീലനങ്ങൾ ആക്കിക്കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ കൃത്യമായ പരിശീലനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അരമണിക്കൂർ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള യോഗ എക്സർസൈസുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന രീതി, ശരീരം ചലിപ്പിക്കുന്ന രീതി എന്നിവ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഈ നടുവേദന പടിക്ക് പുറത്ത് നിർത്താൻ സാധിക്കും. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, നമുക്കിനി പരിശീലനത്തിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഒരു ചെറിയ സഹായം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഹലോ വണക്കം, ദിസ് ഇസ് ഡോക്ടർ ഗണേഷ് കൃഷ്ണൻ MT ആൻഡ് യു ആർ വാച്ചിങ് ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ്. സോ നമുക്ക് നേരെ യോഗ സെഷനിലേക്ക് കടക്കാം. ആദ്യം അല്പനേരം കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. ഒരു വാമപ്പ് സ്ട്രെച്ചിങ് ആണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. തറയിൽ കാലുകൾ നീട്ടിയിരിക്കുക. തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിലിരുന്നും കട്ടിലിരുന്നും നിങ്ങൾക്ക് ഈ വാമപ്പ് ചെയ്യാം. ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽപാദങ്ങൾ താഴ്ത്തിക്കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് കാൽപാദങ്ങൾ നിവർത്തുക. ഇത് ഒരു 5 മുതൽ 7 സെറ്റ് വരെ നിങ്ങൾക്ക് ചെയ്യാം. വേദന തോന്നുന്നവർക്ക് 3 സെറ്റ് കൊണ്ട് മതിയാക്കാം. കാലുകൾക്ക് മുന്നിലും പിന്നിലുമുള്ള പേശികൾക്ക് ഒരു സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണിത്. ഇനി പതിയെ നമുക്ക് പോസ്റ്ററുകളിലേക്ക്, യോഗാസനങ്ങളിലേക്ക് കടക്കാം. ആദ്യം കമിഴ്ന്ന് ഒരല്പനേരം കിടക്കുക. കൈകൾ നെറ്റിയിലേക്ക് വെച്ച് 2 കൈപ്പത്തികൾ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് തല ചരിച്ചുകൊണ്ട് അല്പനേരം റിലാക്സ് ചെയ്ത് കിടക്കുക. കാലുകൾ നീട്ടി വെക്കണം. ഈ റിലാക്സേഷൻ പോസ്റ്ററിന്റെ പേരാണ് മകരാസനം. മകരാസനം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഇരുവശത്തേക്കും തല മാറി മാറി ചരിച്ചു വയ്ക്കുക. ഇത് കംപ്ലീറ്റ്ലി ഒരു റിലാക്സേഷൻ പോസ്റ്ററാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ യോഗാസനത്തിലേക്ക് കടന്നു വരേണ്ടത്. സോ നമുക്ക് ആദ്യത്തെ യോഗ പോസ്റ്ററിലേക്ക് പോകാം. ഇതിന്റെ പേരാണ് ഭുജംഗാസനം. ഭുജംഗാസനം അഥവാ
കോബ്ര പോസ്ചർ. ഭുജംഗാസനം അഥവാ കോബ്ര പോസ്ചർ നടുവേദന ഉള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. നടുവിൽ ഡിസ്കുകൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സ്ഥാനമാറ്റങ്ങൾ, ഇത്തരം സ്ഥാനമാറ്റങ്ങളെല്ലാം പരിഹരിക്കാൻ വളരെ വളരെ ഉപകാരപ്രദമാണ് ഈ ഭുജംഗാസനം. ഭുജംഗാസനം ചെയ്യുന്നതിനായി നിങ്ങൾ കൈമുട്ടുകൾ മടക്കി ശരീരത്തിന് ഇരുവശത്തുമായി തറയിൽ ഉറപ്പിക്കുക. കൈകൾ നിലത്ത് നെഞ്ചിന് ഇരുവശത്തുമായിട്ടാണ് വെക്കേണ്ടത്. അതും ശരീരത്തോട് അടുപ്പിച്ച് വേണം വെക്കേണ്ടത്, ഒരുപാട് അകലത്തേക്ക് വെക്കരുത്. ഇനി പതിയെ പതിയെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇരുവശത്തായി കുത്തി നിവർത്തി ഉയർന്നു വരിക. ഉയർന്നു വരുന്നതിനോടൊപ്പം നിങ്ങളുടെ തലയും കഴുത്തും കൂടി നിവർത്തി കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. ഉയർന്നു വന്നതിന് ശേഷം പതിയെ അല്പനേരം നടുവിൽ സ്ട്രെയിൻ കൊടുത്ത് അങ്ങനെ തന്നെ നിലനിർത്തുക. ഇവിടെ നമ്മുടെ നാഭി നേവൽ വരെ മാത്രമാണ് തറയിൽ നിൽക്കേണ്ടത്. അതുപോലെ തന്നെ കാലുകൾ ഒരുമിച്ച് അടുപ്പിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നിവർത്തി ശരീരം തറയിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നടുവിൽ ഒരു കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ അതുപോലെ താഴേക്ക് പോകുമ്പോൾ റിലാക്സേഷൻ സംഭവിക്കുന്നു. ഈ ഒരു മെക്കാനിസം ഡിസ്കിൽ ഉണ്ടാകുന്ന തള്ളലുകൾ, ബൾജികൾ എല്ലാം പരിഹരിച്ചെടുക്കാൻ സഹായകരമായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. പക്ഷേ തുടക്കഘട്ടത്തിൽ ഏത് യോഗാസനമായാലും നിങ്ങൾ 3 അല്ലെങ്കിൽ 5 സെറ്റ് എന്ന ക്രമത്തിൽ ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും പ്രായമായവര്, 40 വയസ്സിന് മുകളിലുള്ളവരാണ് നിങ്ങളെങ്കിൽ. നടുവേദനയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും, ഡിസ്ക് ബൾജ് ഉള്ളവർക്ക് നല്ലതാണ് എന്ന് കേട്ടറിയുന്നവർ ഇത്തരം ഭുജംഗാസനമെല്ലാം 10, 15, 20 തവണ ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ തയ്യാറാകും. ഇങ്ങനെ അധിക സെറ്റുകൾ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് നടുവിലെ വേദന കൂടി വരാൻ കാരണമാകും. കാരണം ഏതൊരു കാര്യം അധികം അളവിൽ ചെയ്യുമ്പോഴും ശരീരത്തിന് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ഒരു മെക്കാനിക്കൽ വേദനയാണ് ഇത്. ഇപ്രകാരം വേദന കൂടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ വ്യായാമം അവസാനിപ്പിക്കും. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. ഇന്ന് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു ശീലമാണ് ന്യൂ ഇയർ ഒക്കെ അടുപ്പിച്ച് വ്യായാമം തുടങ്ങി അതിനേക്കാൾ വേഗതയിൽ വ്യായാമം അവസാനിപ്പിക്കുന്ന ശീലം. ഇതിന് ആദ്യ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ഈ വേദനയും ഒരു വിഷയമാണ്. ഇത്തരത്തിൽ വേദന ഒഴിവാക്കാൻ ഏതൊരു യോഗാസനം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വ്യായാമം ചെയ്യുമ്പോഴും പടിപടിയായി മാത്രം അത് ഉയർത്തിക്കൊണ്ടുവരിക. എണ്ണത്തിന്റെ കാര്യത്തിലായാലും ഇന്റൻസിറ്റിയുടെ കാര്യത്തിലായാലും പടിപടിയായി മാത്രം ഉയർത്തിക്കൊണ്ടുവരിക. അടുത്തതായി ചെയ്യുന്ന ഒരു സ്ട്രെച്ചിങ് വ്യായാമമാണ്. ജഡര പരിവർത്തി എന്നാണ് ഇതിന്റെ പേര്. അധിക നേരം ഇരിക്കുന്നവർക്ക് വളരെ നല്ലൊരു സ്ട്രെച്ചാണ് ഈ ജഡര പരിവർത്തി. അതുപോലെ തന്നെ അല്പം ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഈ ജഡര പരിവർത്തിയും ചെയ്തു വരാൻ. കാരണം പേശികൾക്ക്, നമ്മുടെ ഹിപ്പിന് ചുറ്റുമുള്ള പേശികൾക്ക് അല്പം കൂടുതൽ സ്ട്രെച്ച് ലഭിക്കുന്ന ഒരു യോഗാസനമാണിത്. ഹിപ്പിന് ചുറ്റുമുള്ള മസിലുകളൊക്കെ പലരിലും, പ്രത്യേകിച്ചും ഒരുപാട് ഇരുന്ന് പഠിക്കുന്നവരിലും ജോലി ചെയ്യുന്നവരിലും എല്ലാം അല്പം ടൈറ്റ് ആയിരിക്കും. സോ ആദ്യം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉളുക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. സോ ഉളുക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ ഈ ശ്വാസോച്ഛ്വാസം ഞാൻ പറയുന്ന ക്രമത്തിൽ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ വളരെ സാവധാനം, സ്പീഡ് കുറച്ച് മാത്രം നിങ്ങൾ ഈ ജഡര പരിവർത്തി ചെയ്യുക. ഏതൊരു യോഗാസനവും പോലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു റിലാക്സേഷൻ പോസ്ചർ, ഒരു ശവാസനത്തിൽ നിന്നാണ്. ശവാസനത്തിൽ നിന്ന് പതിയെ കൈവിരലുകൾ അനക്കി, കാൽവിരലുകൾ അനക്കി കണ്ണുകൾ തുറന്നു വരിക. അതിനുശേഷം കാലുകൾ ചേർത്ത് വയ്ക്കുക. ശേഷം പതിയെ കാലുകൾ കുത്തി നിർത്തുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇതിനോടൊപ്പം നിങ്ങളുടെ കൈകൾ ശരീരത്തിന് ഇരുവശത്തേക്കായി ഒരു T ഷേപ്പിൽ നീട്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽമുട്ടുകൾ ഒരു വശത്തേക്ക് കൊണ്ടുപോവുക, തല ചരിച്ച് മറുവശത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ മുട്ടുകൾ രണ്ടും ഒരുമിച്ചായിരിക്കണം. അതിനൊപ്പം തന്നെ നിങ്ങളുടെ കാൽ വിരലുകൾ മുട്ടിന്റെ ദിശയിലായിരിക്കണം. മുട്ട് ഏത് ദിശയിലേക്കാണോ പോയിന്റ് ചെയ്യണത് ആ ദിശയിലേക്കായിരിക്കണം. തല മറുവശത്തേക്കും. ഈ പൊസിഷനിലേക്ക് പോയതിനു ശേഷം ഒരല്പനേരം നിലയുറപ്പിക്കുക. അതിനുശേഷം പതിയെ ശ്വാസം എടുത്ത് നിവർന്നു വരിക. ഇൻഹെയിൽ ചെയ്ത് ശ്വാസം എടുത്ത് ഉയർന്ന് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരിക. വീണ്ടും എക്സെയിൽ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മറുവശത്തേക്ക് ചരിഞ്ഞുക. ഇത്തവണ നേരത്തെ മുട്ടുകൾ പോയ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് മുട്ടുകൾ സഞ്ചരിക്കുന്നത്. അതുപോലെ തല നേരത്തെ പോയ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അല്പസമയം കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തിരികെ നിവർന്നു വരാം. ഈ യോഗ പോസ്റ്ററും അഥവാ ജഡര പരിവർത്തിയും നിങ്ങൾക്കൊരു 3 തവണ അല്ലെങ്കിൽ 5 തവണ വരെ ചെയ്യാം. പടിപടിയായി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാം. 10 സെറ്റ്, മാക്സിമം ഒരു 10 സെറ്റ് വരെ പോയാൽ മതി. അടുത്തതായി നമുക്കൊരു സ്ട്രെച്ചിങ് എക്സർസൈസ് ആണ്. ഇവന്റെ പേര് യഷ്ടികാസനം. യഷ്ടികാസനം ചെയ്യുന്നതിനായി ആദ്യം കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായിട്ട് വെക്കുക. കാലുകൾ നീട്ടി വെക്കുക. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. കാലുകൾ താഴേക്ക് കൊണ്ടുപോവുക. കൈകൾ നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കാലുകൾ താഴേക്ക് കൊണ്ടുപോവുക. കാൽ വിരലുകൾ താഴേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ശരീരത്തിന് രണ്ട് വശത്ത് നിന്നുമായിട്ട് ഒരു വലിച്ചിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കൈകൾ മുകളിലേക്ക് ഒരു കയർ കൊണ്ട് കെട്ടി മുകളിലേക്ക് വലിക്കുന്ന ഒരു സ്ട്രെച്ചാണ് ഫീൽ ചെയ്യേണ്ടത്. അതുപോലെ കാലുകൾ ആരോ താഴെ നിന്ന് കയർ കെട്ടി താഴേക്ക് വലിക്കുന്ന ഒരു സ്ട്രെച്ചാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് അപ്പർ ബോഡിയിൽ ഒരു സ്ട്രെച്ച് സംഭവിക്കുന്നു, അത് മുകളിലേക്ക്. അതുപോലെ ലോവർ ബോഡിയിൽ ഒരു സ്ട്രെച്ച് സംഭവിക്കുന്നു, അത് താഴേക്ക്. ഇപ്രകാരം മുകളിലേക്കും താഴേക്കും ഒരേ സമയം സ്ട്രെച്ച് കൊടുക്കുന്നത് ഈ യഷ്ടികാസനത്തിന്റെ ഒരു വളരെ വിശേഷകരമായിട്ടുള്ള പ്രത്യേകതയാണ്. ഇപ്രകാരം സ്ട്രെച്ച് ചെയ്ത് ഒരു 7 സെക്കൻഡ്, ഒരു 7 കൗണ്ട് നിങ്ങൾ മനസ്സിൽ കൗണ്ട് ചെയ്ത് നിൽക്കുക. ആ സ്ട്രെച്ചിൽ അങ്ങനെ തന്നെ നിൽക്കുക. ശേഷം എക്സേൽ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് പതിയെ റിലാക്സ് ചെയ്ത് വരിക. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ കൈകൾ താഴേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. കൈകൾ തലയുടെ മുകളിലായി ഉയർന്ന് തന്നെ നിന്നാൽ മതിയാകും. പക്ഷേ റിലാക്സേഷൻ നടക്കുമ്പോൾ മുകളിലേക്കും താഴേക്കുമുള്ള വലിച്ചിൽ തീരെയില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഭാഗത്തും എവിടെയും മുറുക്കവും ടെൻഷനും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു 3 കൗണ്ടിന് ശേഷം വീണ്ടും ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കൈവിരലുകളെല്ലാം മുകളിലേക്ക് ഒരു കയർ കൊണ്ട് കെട്ടി വലിക്കുന്നത് പോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കാലുകൾ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക. 7 കൗണ്ട് മനസ്സിൽ ചെയ്തതിന് ശേഷം പതിയെ റിലാക്സ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്രകാരം ഒരു 5 തവണ ചെയ്തതിന് ശേഷം, 5 സെറ്റ് ചെയ്ത ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതിനൊപ്പം നിങ്ങളുടെ കൈകൾ കൂടി താഴേക്ക് കൊണ്ടുപോവുക. കൈകൾ കൊണ്ടുവന്ന് ശരീരത്തിന് ഇരുവശത്തുമായിട്ട് തുറന്നു വയ്ക്കുക. കാലുകൾക്കിടയിൽ ഒരു 45 ഡിഗ്രി ആംഗിൾ, ഒരു വി ഷേപ്പ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഇതാണ് ഒരു പ്രോപ്പർ ശവാസനം. സത്യം പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു യോഗാസനമാണ് ശവാസനം. കഴിയുമെങ്കിൽ ഒരു 2 മിനിറ്റ് ശവാസനത്തിൽ തന്നെ തുടരുക. ഈ ശവാസനവും നമ്മുടെ യോഗ അഭ്യാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് അപാനാസനമാണ്. അപാനാസനം. ഇതിനായി നമ്മൾക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് പൊസിഷൻ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ശവാസനത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വന്നാൽ മതി. ശവാസനത്തിൽ നിന്ന് വളരെ പതിയെ കാലുകൾ കുത്തി നിർത്തുക. ഇവിടെ കാലുകൾക്കിടയിൽ ഷോൾഡർ അളവിൽ, അതായത് നമ്മുടെ ഇടത്തെ ഷോൾഡറിൽ നിന്ന് വലത്തെ ഷോൾഡറിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടോ അതേ ഗ്യാപ്പ് നിങ്ങളുടെ കാലുകൾക്കിടയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ കൈപ്പത്തി കമിഴ്ത്തി ശരീരത്തിന് ഇരുവശത്തുമായിട്ട് വെക്കണം. ഇതാണ് അപാനാസനത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇവിടെ നിന്ന് പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ട് വരിക. മുട്ടുകൾ വയറിലേക്ക് കൊണ്ടുവരിക. കൈകൾ പതിയെ മുട്ടിന് മുകളിലേക്ക് കൊണ്ടുവരിക. ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൈകൾ കൊണ്ട് ചെറുതായിട്ട് മുട്ടുകളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൈകൾക്ക് വലിയ റോളില്ല. വയറിലെ പേശികളുടെ ബലത്തിലാണ് മുട്ടുകൾ വയറിനോട് ചേർന്നിരിക്കുന്നത്. ഒരു 5 കൗണ്ട് മനസ്സുകൊണ്ട് എണ്ണിയതിനു ശേഷം പതിയെ കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് തിരിച്ചിറക്കി കൊണ്ടുവരിക. പഴയ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. ഒരു 3 സെക്കൻഡ്, 3 കൗണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും അപാനാസനം ആവർത്തിക്കുക. 5 സെറ്റ് മുതൽ 7 സെറ്റ് വരെ നിങ്ങൾക്ക് അപാനാസനം ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് കാലുകൾ താഴേക്ക് കൊണ്ടുവരുന്നത്. ദിവസം കുറേ നേരം ഒരേ പോസ്റ്ററിൽ നിൽക്കുന്നവരോ കിടക്കുന്നവരോ നടക്കുന്നവരോ ഒക്കെയാണ് നിങ്ങളെങ്കിൽ ഈ അപാനാസനം നമ്മുടെ നട്ടെല്ലിലുള്ള വളവുകളെ യഥാക്രമം നിലനിർത്തുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു ആസനമാണ്. നടുവേദന പ്രത്യേകം ശ്രദ്ധിക്കുക. നടുവേദന ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നട്ടെല്ല് വടി പോലെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ താഴ്ഭാഗത്തും നട്ടെല്ലിന്റെ മുകൾ ഭാഗത്തുമുള്ള കർവുകൾ, വളവുകൾ കൃത്യമായ അളവിൽ നിൽക്കേണ്ടതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്.